തെരുവിന്റെ ഓരത്തുകൂടി ഞാൻ എൻ്റെ അനുജന്റെ കൈയും പിടിച്ച് നടന്നു. ആ തെരുവിൽ അപ്പോഴും ബഹളമയമായിരുന്നു. ആ തെരുവിന്റെ എവിടെയോ വെച്ച് എൻ്റെ കൈവിട്ട് അവൻ എങ്ങോട്ടോ പോയി. ദൂരെയുള്ള സ്ഥലങ്ങളിലെല്ലാം, അവിടെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ അവനെ അന്വേഷിച്ചു. ഓരോ കരച്ചിലുകളും എൻ്റെ അനുജന്റേതാണെന്ന് കരുതി ഞാൻ അങ്ങോട്ടേക്ക് പോയി. ഇന്ന് ഗസയിലും അതുപോലെ തന്നെ യുദ്ധത്തിൽ കഷ്ടപ്പെട്ട് നിലവിളിക്കുന്ന നിരാലംബരായ കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ അത് എൻ്റെ ആ കൈവിട്ടുപോയ അനുജന്റെ വിലാപമായി എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഈ ചെറിയ മോനെ എഴുതിയ വലിയ വരികളാണത്. ഈ വർഷവും പുതിയൊരു ബുക്കുമായി അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മെന്ററും അധ്യാപകനും ആ സ്കൂളിന്റെ പ്രിൻസിപ്പലുമായ ശ്രീവത്സൻ മുരുകൻ സാറാണ് ഇത് പ്രകാശനം ചെയ്യുന്നത്. ഏറെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ, ശ്രീപത്മനാഭന്റെ പിതാവിന്റെ വിമലിന്റെ ഹൃദയബന്ധു കൂടിയായ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ട്രഷറർ കൂടിയായ ശ്രീ ഷാജി ജോൺ അവരുകളെ ഏറെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കോളേജ് ക്യാമ്പസുകളിൽ ഇടിമുഴക്കമായി വിമലിനൊപ്പം സഞ്ചരിച്ച പ്രസംഗ കലയുടെ കുലപതി എഴുത്തുകാരൻ ശ്രീ PK അനിൽകുമാർ ഈ പുസ്തക പരിചയത്തിനായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആശംസകൾ അർപ്പിക്കുന്നത് ശ്രീ അജിത് കണ്ടല്ലൂർ. അദ്ദേഹവും MSF കോളേജിന്റെ പ്രതിനിധിയാണ്. വിമലിന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും ശ്രീ പത്മനാഭന്റെ ഹൃദയബന്ധുക്കളാണ് എന്ന് നിസ്സംശയം പറയാം. കൂടാതെ ശ്രീകുമാരി ടീച്ചർ സാമൂഹ്യ പ്രവർത്തകയാണ്. അതുപോലെ തന്നെ അവരുടെ വളരെ അടുത്ത, ആ മക്കളെ വളരെ അടുത്തറിയാവുന്ന ശ്രീകുമാരി ടീച്ചറെയും ഏറെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ വേദിയുടെ താരം നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ പത്മനാഭനെ വേദിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. നമുക്ക് ചടങ്ങുകൾക്ക് കിടക്കുന്നതിന് മുമ്പ് ശ്രീ പത്മനാഭന്റെ ഇംഗ്ലീഷ് മാം, ഈ എഴുത്തിന്റെ വഴിയിൽ അവനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അന്റോണിയ മാം അവരെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ പുസ്തകം നമുക്കായി സമർപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പബ്ലിഷിംഗ് ഏറ്റെടുത്തിരിക്കുന്നത് സൈഗത ബുക്സ് ആണ്. കഴിഞ്ഞ വർഷവും സൈഗത ബുക്സ് തന്നെയാണ് ഈ മകന്റെ പുസ്തകം പബ്ലിഷ് ചെയ്തിരുന്നത്. സംഗീത ജസ്റ്റിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുസ്തക പരിചയത്തിനായി ശ്രീ PK അനിൽകുമാർ. വേദിയിലിരിക്കുന്ന ആദരണീയരെ, സമാന ഹൃദയരെ, പ്രഭാഷണത്തെക്കുറിച്ച് ചരിത്ര വഴികളിൽ പിറവി കൊണ്ടിട്ടുള്ള രണ്ട് നിർവചനങ്ങളിൽ ഒന്ന് ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞതാണ്. പ്രഭാഷകൻ കാറ്റും സദസ്സ് കടലുമാണ് എന്ന്. സദസ്സാകുന്ന കടലിനെ പ്രക്ഷുബ്ധമാക്കാനും നിശ്ചേതനമാക്കുവാനും പ്രഭാഷണത്തിന്റെ കാറ്റിന് കഴിയും. മറ്റൊരു നിർവചനം ഇംഗർസോൾ പറഞ്ഞതാണ്. ഉള്ളിലൊതുക്കപ്പെട്ട വാക്കിന്റെ യജമാനനും ഉച്ചരിക്കപ്പെട്ട വാക്കിന്റെ അടിമയുമാണ് പ്രഭാഷകൻ. ആ അർത്ഥ തലത്തിൽ കഴിഞ്ഞ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വാക്കിനെ ജീവിതമാക്കിയ ഒരുവൻ എന്ന നിലയിൽ ആ വാക്കിന്റെ വിശുദ്ധമായ വെളിച്ചത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട്, ഈ വേദിയിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞത്, ഒരു 4-5 വർഷം കഴിയുമ്പോൾ, ഹ്രസ്വമായ ഒരു കാലം കഴിയുമ്പോൾ, ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വിഖ്യാതരായ എഴുത്തുകാരെ ക്ഷണിക്കുന്ന ബാൾ റൂമിൽ അതിഥിയായി ശ്രീ പത്മനാഭൻ എത്തും എന്നാണ് അന്ന് പറഞ്ഞത്. ഇതാ 1 വർഷം കഴിയുമ്പോൾ
ഞാൻ അവന്റെ കവിതയ്ക്ക് സംഭവിച്ച ഋതുഭേദങ്ങൾ കണ്ട് അത്യന്തം വിസ്മയഭരിതനായി ആ വാക്കിന്റെ നിറവിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. കവിതയെ കുറിച്ചിട്ടുള്ള നിർവചനങ്ങളിൽ ഞാൻ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു നിർവചനം തന്നെയാണ് ഈ കവിയുടെ കാവ്യ ജീവിതത്തിന് മുൻനിരയായി സമർപ്പിക്കാനുള്ളത്. ഇവിടെ ഷെബി ഗസയിലെ കുഞ്ഞുങ്ങൾ 20,000-ഓളം കുഞ്ഞുങ്ങൾ വംശീയമായി ഉന്മൂലനം ചെയ്യുന്നതിന് 1 വർഷം മുൻപ് അവൻ എഴുതിയ ഒരു കവിതാ ശകലം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പരിപാടി തുടങ്ങിയത്. അവന്റെ കവിത ഷെബി പറഞ്ഞ വാക്കുകളുടെ തുടർച്ചയായി ഞാൻ ആ ഗസയിലെ കുഞ്ഞുങ്ങളുടെ നോവിൽ ഹാറൂൺ റഷീദ് എന്ന് പറഞ്ഞ പലസ്തീൻ കവി എഴുതിയ വരികളും കൂടി കൂട്ടിച്ചേർത്ത് വെക്കുകയാണ്. ആ വരികൾ ഇങ്ങനെയാണ്: ചെടികളിൽ മൈനുകൾ പൂക്കുകയും മരച്ചില്ലകൾ കഴുമരങ്ങളാവുകയും പോരിടങ്ങൾ പനിനീർമെത്തകൾ പോരിടങ്ങളാവുകയും ചെയ്യുമ്പോൾ എന്റെ രാജ്യവും എന്റെ യൗവനവും ഈ നരകത്തിയിൽ ദഹിക്കുമ്പോൾ കവിത ഒരു യന്ത്രത്തോക്കാവുന്നതിൽ നിന്ന് എനിക്ക് എങ്ങനെയാണ് തടയുവാൻ കഴിയുന്നത് എന്നുള്ളതാണ് ലോക കവിതയുടെ പുതിയ മുഖമെങ്കിൽ ഞാൻ ഇവന്റെ കവിതയോട് ചേർത്തു വെക്കുന്നത് വിഖ്യാതമായ കൊടുങ്കാറ്റ് ശ്രമിക്കാത്ത ചിന്തകളുമായി നടന്ന റിൽക്കെ പറഞ്ഞ വരികളാണ് അന്നും ഞാൻ ഇതിന് ചേർത്ത് വെക്കുന്നത്. പക്ഷെ ആ വരികൾ കുറെ കൂടി അന്വർത്ഥമാകുന്നത് ഇപ്പോഴാണ്. ആ വരികൾ ഇങ്ങനെയാണ്: കവി, താങ്കൾ എന്തു ചെയ്യുന്നു? ഞാൻ പ്രാർത്ഥിക്കുന്നു. പാടലവർണ്ണമാർന്ന നിഗൂഢ നിശബ്ദതകളെ താങ്കൾ എങ്ങനെ തിരിച്ചറിയുന്നു? ഞാൻ പ്രാർത്ഥിക്കുന്നു. വന്യവും അഗാധവുമായ നിലവിളികളെ താങ്കൾ എങ്ങനെ തരണം ചെയ്യുന്നു? ഞാൻ പ്രാർത്ഥിക്കുന്നു. കവി, താങ്കൾ ഇപ്പോൾ എന്തു ചെയ്യുന്നു? ഞാൻ ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കുന്നു. എസ്രാ പൗണ്ട് പറഞ്ഞിട്ടുണ്ട്, ആസ്വാദക മനസ്സിൽ എക്കാലവും തങ്ങി നിൽക്കാൻ കഴിയുന്ന ഒരു ബിംബം സൃഷ്ടിക്കുന്നവനാണ് കവിയെങ്കിൽ ഇവൻ ഈ കവിതകളിൽ ഇതിന്റെ മുൻനിര എഴുതിയ നിഷ കുറിച്ചിട്ടതുപോലെ അവൻ ഉപയോഗിച്ചിരിക്കുന്ന ബിംബങ്ങൾ മണ്ണ്, വെളിച്ചം, ചാരം തുടങ്ങിയ ബിംബങ്ങളാണ്, ഉപ്പ് തുടങ്ങിയ ബിംബങ്ങളാണ് അവൻ ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മണ്ണ്, ഗ്രീക്ക് പട്ടാളക്കാർ യുദ്ധം ചെയ്ത് തളരുമ്പോൾ മണ്ണിൽ കിടന്നുരുളാറുണ്ട്. എന്തിന്? വീണ്ടും അവർക്കൊരു ജൈവോർജം ലഭിക്കുവാൻ വേണ്ടി. വെളിച്ചം, ലോകം മുഴുവൻ ഇരുളിലാകുമ്പോൾ വാക്കിന്റെ വെളിച്ചമാണ് ലോകത്തെ തുയിലുണർത്തുന്നതെന്ന് ഭാരതീയ കാവ്യശാസ്ത്രകാരനായ ദണ്ഡി പറഞ്ഞിട്ടുണ്ട്. ഉപ്പ്, നീ ജീവിതത്തിന്റെ ഉപ്പാകുന്നു എന്ന് ബൈബിൾ പറയുമ്പോൾ മലയാളത്തിന്റെ മഹാകവി ONV എഴുതിയിട്ടുണ്ട്, ഭൂമി തന്നുപ്പ് നുകർന്നു നീ പൈതലേ, ഭൂമി തന്നുപ്പായി വളരുക. മറ്റൊന്ന് ചാരം, സ്വന്തം ചാരത്തിൽ നിന്ന് പറന്നുയരുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ ഇങ്ങനെ വ്യതിരക്തങ്ങളായ ബിംബങ്ങളുടെ സങ്കലനം കൊണ്ട് യവൻ തീർത്ത ഈ കാവ്യ ഭൂപടം സോളിഡ് സൺഫ്ലവർ. യഥാർത്ഥത്തിൽ കണ്ണൻ, അവനെ ഞങ്ങൾ വിളിക്കുന്നത് കണ്ണൻ എന്നാണ്. അവൻ സൂര്യൻ അഭിമുഖമായി കത്തിച്ചൊലിച്ചു നിൽക്കുന്ന സൂര്യകാന്തി ചെളി പുരണ്ട് എന്നുള്ള പരികൽപ്പനയിലാണ് കവിത അവതരിപ്പിച്ചു തുടങ്ങുന്നതെങ്കിൽ ആ കവിത അവസാനിക്കുമ്പോൾ മണ്ണിന്റെ അഗാധതകളിലേക്ക് വേരാഴ്ത്തി നിൽക്കുന്ന ഒരു കാവ്യ ഭൂമരത്തിന്റെ കൽപ്പാന്ത സുഗന്ധം വായനക്കാരന്റെ ഹൃദയത്തിൽ നിറയുന്നു എന്നുള്ളതാണ്. ഞാൻ സമയക്കുറവ് കൊണ്ട് നീട്ടുന്നില്ല. അവന്റെ 5 ഭാഗങ്ങളായിട്ടാണ് അവൻ ഈ കവിത തിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ കവിത പ്രേയേഴ്സ് എന്ന് പറഞ്ഞ ആ കവിത, പ്രാർത്ഥനകൾ. അവിടെ അതിലെ വരിയുടെ മലയാള ഭാഷാന്തരീകരണം ഇങ്ങനെയാണ്: അവരുടെ ചിരി, ഇലകൾക്കിടയിലൂടെ പൊഴിയുന്ന സൂര്യപ്രകാശം, അവളുടെ കൈകളിൽ ഇതുവരെ ഞാൻ കാണാത്ത സ്വർഗം എന്ന് പറഞ്ഞുകൊണ്ട് ആ കവിത അവസാനിപ്പിക്കുന്ന ഒരു ട്വിസ്റ്റാണ് സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ നമ്മെ സ്തബ്ധരാക്കുന്നത്. അത് ഇങ്ങനെയാണ്: പ്ലീസ് ഡോണ്ട് മേക്ക് ഹെർ മൈൻ ബട്ട് മേക്ക് മീ വർത്തി ഓഫ് ഹെർ. എനിക്കായി അവൾ നൽകപ്പെടുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അവൾക്ക് അനുയോജ്യരായി എന്നെ മാറ്റുക എന്നതാണ്. പ്രണയത്തിന്റെ
കശാപ്പ് ചെയ്യപ്പെടുന്ന ആധിപത്യം നേടുന്ന പ്രണയത്തിലേക്ക് ജനാധിപത്യത്തെ തന്നെ ബലി കൊടുക്കുന്ന ഒരു പ്രണയത്തിന്റെ ഉന്മാദ ശൃംഗത്തെയാണ് അവൻ ആ കവിതയിൽ നിവർത്തുന്നത്. അപ്പോഴാണ് ഞാൻ റൂമിയെ ഓർത്തു പോകുന്നത്. റൂമിയുടെ വിഖ്യാതമായ കഥയുണ്ടല്ലോ, കാമുകൻ വന്ന് കാമുകിയുടെ വാതിലിൽ മുട്ടുന്നു. കാമുകി ഉള്ളിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നു, പുറത്താരാണ്? കാമുകൻ പറഞ്ഞു, ഞാനാണ്. അവൾ വാതിൽ തുറക്കുന്നില്ല. പിന്നെയും കുറെ കാലം കഴിഞ്ഞ് കാമുകൻ വന്ന് വാതിലിൽ മുട്ടുന്നു. ഉള്ളിൽ നിന്നുകൊണ്ട് അവൾ ചോദിക്കുന്നു, പുറത്താരാണ്? കാമുകൻ പറയുന്നു, ഞാനാണ്. അവൾ വാതിൽ തുറക്കുന്നില്ല. പിന്നെയും ഏറെ കാലം കഴിഞ്ഞ് യഥാർത്ഥ പ്രണയം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ വീണ്ടും വാതിൽ മുട്ടുന്നു. ഉള്ളിൽ നിന്നുകൊണ്ട് അവൾ ചോദിക്കുന്നു, പുറത്താരാണ്? നീ തന്നെയാണ്. അപ്പോഴാണ് അവൾ വാതിൽ തുറക്കുന്നത്. ഞാനും നീയും തമ്മിലുള്ള അതിർവരകളെല്ലാം കൊടിച്ചെറിഞ്ഞുകൊണ്ട് മറുപാതിക്കായി സമർപ്പിക്കുന്ന പ്രണയത്തിന്റെ അതീന്ദ്രിയമായ അനുഭൂതികളുടെ ജാലം. അടുത്ത കവിതയിൽ അവൻ പറയുന്നുണ്ട്, നമുക്കറിയാം മാഗസ്യൻ എന്ന പേരുള്ള ഒരു കവിത. നമ്മുടെയൊക്കെ മനസ്സിൽ വ്യവസ്ഥാപിതമായ സൗന്ദര്യത്തെ കുറിച്ച് കുറെ സങ്കല്പങ്ങളുണ്ട്. മലയാളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ എള്ളിൻ പൂ പോലുള്ള മൂക്ക്, ആലിപ്പഴം തൊണ്ടിപ്പഴം പോലെയുള്ള കവിളുകള്, കാർക്കൂന്തൽ, നിതംബം മറഞ്ഞൊഴുകുന്ന കാർക്കൂന്തല്, അങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥാപിതമായ സൗന്ദര്യ സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ട് അവൻ തുടങ്ങുന്നുണ്ട്. ഭംഗിയുള്ള കണ്ണ്, നിനക്കൊണ്ട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ പറയുകയാണ്, മറ്റാർക്കും കേൾക്കാൻ കഴിയാത്ത, എനിക്ക് മാത്രം മനസ്സിലാകുന്ന രാഗലയത്തിലാണ് നീ നൃത്തം വെക്കുന്നത്. എനിക്ക് മാത്രം ചിരിക്കാൻ കഴിയുന്ന തമാശകളാണ് നിന്റേത്. എന്നിട്ട് ഒടുവിൽ അവൻ പറയുന്നുണ്ട്, നിന്റെ അപൂർണത പോലും എനിക്ക് പൂർണ്ണതയാണ്. ഒരുവൾ അവളായി തന്നെ ഇരിക്കുന്ന ബാഹ്യ സൗന്ദര്യത്തിനപ്പുറം അവളുടെ അപൂർണതകൾ പോലും സ്വന്തം പൂർണ്ണതയാണെന്ന് തിരിച്ചറിയുന്ന ഒരിത്. പക്ഷേ ഞാൻ തമാശക്ക് പറയാറുണ്ട്, ഇത്രമാത്രം നിന്റെ ഹൃദയത്തെ ദ്രവീകരിച്ച ആ പ്രണയം ഏതാണെന്ന്. പക്ഷെ ഈ വരികളുടെ ആഴങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഒരു പൂവിനെ സ്പർശിക്കുമ്പോൾ നാം ഒരു പ്രപഞ്ചത്തെ സ്പർശിക്കുന്നുവെന്ന് E.H. കാർലൈൽ പറഞ്ഞതുപോലെ അതൊരു വൈയക്തികമായ അനുരാഗമല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തോട്, പ്രകൃതിയോടുള്ള നിതാന്തമായ പ്രണയത്തിന്റെ ജ്വലിക്കുന്ന അക്ഷരങ്ങളാണ്. അവന്റെ പൂർവികനായ അമ്മ മലയാളത്തിന്റെ മഹാകവി കുമാരനാശാൻ ഒരു നൂറ്റാണ്ടിന് മുമ്പ് ആ വരി ഇങ്ങനെ കുറിച്ചിട്ടിട്ടുണ്ട്. ആ വരിയുടെ ആംഗലേയ പരിഭാഷയാണ് അവനവിടെ കൊടുത്തത്. ആ വരികൾ ഇങ്ങനെയായിരുന്നു: ലോകാനുരാഗ വിമുഖാത്മഗണങ്ങളെ മർത്യാകാരം പൂണ്ടിവിടെ ജനിക്കായി ഏകാന്ത നിർമ്മമതരെ നിങ്ങൾ ഏകാന്തമാം ഗുഹയിൽ നിന്ന് പുറപ്പെടായിവിൻ. അതായത് പ്രകൃതിയോട്, പ്രപഞ്ചത്തോട് നിങ്ങൾക്ക് അനുരാഗമില്ലെങ്കിൽ നിങ്ങൾ ഈ മണ്ണിൽ മനുഷ്യരായി ജനിക്കരുത് എന്നാണ് ആ കവിത പുതിയ കാലത്തിലേക്ക് അവൻ പരിഭാഷപ്പെടുത്തുകയാണ്. ഇനി അവൻ എഴുതി വെച്ചിട്ടുള്ള മൗണ്ട് ഫ്യൂജി എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ഞാൻ സമയക്കുറവുണ്ട്, എനിക്ക് ഒരുപാട് സംസാരിക്കുവാനുണ്ട്. നമ്മുടെ മലയാളത്തിൽ വേടൻ എന്ന് പറഞ്ഞ കവി നിങ്ങൾക്കറിയാം. വേടന്റെ ഏറ്റവും പുതിയ പ്രണയ കവിതയുടെ പേര് മോണോലോവ എന്നാണ്. തെക്കേ അമേരിക്കയിലെ ഹവായില് ഇപ്പോഴും എരിഞ്ഞ് അടങ്ങാതെ എരിഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതത്തെയാണ് വേടൻ അവന്റെ പ്രണയബിംബമായി മലയാളത്തിൽ ആവിഷ്കരിച്ചതെങ്കിൽ, എണ്ണ കറുമ്പി നിന്റെ കറുപ്പിൽ എരിഞ്ഞടങ്ങി ഞാൻ മരിക്കുന്നു എന്ന് അവർ എഴുതിയെങ്കിൽ, ഈ മൗണ്ട് ഫ്യൂജി എന്ന് പറഞ്ഞ കവിതയില് അവർ ട്രെയിനിലിരിക്കുന്ന ഒരു പെൺകുട്ടി, അവരുടെ മുടി ഇങ്ങനെ കാറ്റിന്റെ ആന്തോളനത്തിൽ ഇങ്ങനെ പാറിപ്പറക്കുന്നുണ്ട്. അവരുടെ ജാലക കാഴ്ചകളിലൂടെയാണ് ആ കവിത വിടരുന്നത്. അങ്ങനെ അവൾ ആ തീവണ്ടി യാത്രയിൽ ജാലകത്തിലൂടെ നോക്കുമ്പോ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന, അണയാതിരിക്കുന്ന ഫ്യൂജി അഗ്നിപർവ്വതത്തെ കാണുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കാലത്തിന്റെ ഋതുഭേദങ്ങൾ കഴിയുമ്പോ ദൈവത്തിന്റെ വിരലുകളുള്ള കണ്ണൻ എഴുതുകയാണ്, ആ ട്രെയിനും ആ പെൺകുട്ടിയും ഒക്കെ ഭൂമിയുടെ വ്യത്യസ്തമായ കോണുകളിലായിരിക്കാം, പക്ഷെ ഇപ്പോൾ അവർ കാണുന്നത് ഒരേ ആകാശത്തെയും ഒരേ നക്ഷത്രത്തെയുമാണ്. അതിന് പച്ച മലയാളത്തിൽ പറയാവുന്ന വാക്ക് വിശ്വമാനവികത എന്നാണ്. വിശ്വമാനവികതയാണ് ഈ വലിയ കവിയുടെ പ്രത്യയശാസ്ത്രം എന്നാണ് പറയാനുള്ളത്. മറ്റൊരു കവിത സോളിഡ്, ഞാൻ പറഞ്ഞല്ലോ അത് ചെളി പുരണ്ട എന്നുള്ള അർത്ഥത്തിലല്ല,
മണ്ണിൽ ആഴത്തിൽ വേരൂന്നിയ എന്നുള്ളതാണ് ഈ സമാഹാരത്തിലെ ഏറ്റവും മികച്ച കവിതയായി എനിക്ക് തോന്നിയ കവിതയിൽ അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, ഞാനൊരു പുഴുവായിരുന്നാൽ നീ എന്നെ സ്നേഹിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് അവനിലെ കാമുകൻ കവി പറയുന്ന മറുപടി, നീ പുഴുവായല്ല, എന്തായി കഴിഞ്ഞാലും ഞാൻ മണ്ണായിട്ട് കിടക്കുകയാണെങ്കിൽ പോലും നീ ഒരു പുഴുവായിട്ടെങ്കിലും അതിലുണ്ടെങ്കിൽ ആ ഊഷരമായ മണ്ണിൽ പൂക്കാലങ്ങൾ വിടരും എന്നാണ് അവന്റെ അചുംബിതമായ ഭാവന കാലത്തോട് സംവദിക്കുന്നത്. ഇവിടേക്ക് അവന്റെ ഒരു അച്ഛൻ കവിതയിൽ അല്ല, മറിച്ച് സദാചാര കോട്ടകളെയെല്ലാം ധ്വംസിച്ചുകൊണ്ട് വിപ്ലവാത്മകമായ ഒരു വിസ്ഫോടനം സംഭവിക്കുന്ന ഒരു കവിത, അത് കത്രീഡൽ എന്ന് പറഞ്ഞ ഒരു കവിതയാണ്. വലിയ പള്ളി. ആ കവിതയിൽ അവൻ ചില ചോദ്യങ്ങൾ, രണ്ട് പുരുഷന്മാരുടെ പ്രണയം എത്രമാത്രം വിസ്ഫോടന ശേഷിയുള്ള കവിതയാണെന്ന് അത് വരുംകാലം വിലയിരുത്തും. അവൻ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഒരു പുരുഷനെ പ്രണയിക്കാൻ പറ്റാത്തത്? എന്നിട്ട് അവൻ പുരുഷന്റെ സൗന്ദര്യം വർണ്ണിക്കുന്നത് ആ പുരുഷന്റെ കണ്ണുകളിൽ ഇങ്ങനെ പേർഷ്യൻ കടലിങ്ങനെ ഇരമ്പിയാർക്കുന്നു എന്നുള്ളതാണ്. ആ പുരുഷന്റെ ശരീരം എന്ന് പറഞ്ഞത് മഹാഗണിയോടാണ് അവൻ സമരസപ്പെടുത്തുന്നത്. ഒടുവിൽ കവി പറയുന്നുണ്ട്, ഇതാ ഈ വലിയ പള്ളി കത്രീഡല് തകർന്നടിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ രണ്ട് പുരുഷന്മാരും തമ്മിൽ പ്രണയിക്കുന്നത് പൊട്ടിപ്പൊളിഞ്ഞ തകർന്നു വീണ ഒരു അക്കേഷ്യയുടെ ചുവട്ടിലാണ്. അവൻ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ പ്രണയത്തിന്റെ മുന്നിൽ ദൈവമേ നിനക്ക് ഉത്തരം മുട്ടിപ്പോകും എന്നാണ് അവൻ പറയുന്നത്. അവസാനം അവൻ പറയുന്നുണ്ട്, ദൂരെ ആയുധങ്ങളുടെ ശബ്ദം, ഈ പുരുഷ പ്രണയത്തിനെതിരെ സദാചാര സമൂഹത്തിന്റെ ആയുധങ്ങൾ ഇങ്ങനെ ഇരമ്പിയാർക്കുമ്പോ അവൻ പറയുന്നുണ്ട്, എനിക്ക് കേൾക്കാം ദൂരെ നിന്ന് ആയുധങ്ങളുമായി വരുന്ന അവരുടെ ശബ്ദം. എന്നാൽ ശരീരം ഓരോ കഷണങ്ങളായി വേർപെട്ടാലും അതിലെല്ലാം പ്രണയം തുടിക്കും. അവസാനം അവർ ചോദിക്കുന്നു, പുരുഷന്മാർ തമ്മിൽ പ്രണയിക്കുന്നത് ദൈവമേ തെറ്റാണോ എന്നുള്ള ഒരു ചോദ്യം അവൻ ഉയർത്തുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട എൽസ, ഞാൻ സമയം വൈകിയത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരു കവിത കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കാം. ത്രോൺസ് ആൻഡ് സ്കാർസ്, മുള്ളുകളും മുറിപ്പാടുകളും. അവിടെ അവന്റെ അച്ഛനെ കൊണ്ടുവരുന്നുണ്ട്. ക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ അക്ഷരങ്ങൾ കൊണ്ട് തീർത്ഥാടനം നടത്തിയ നിക്കോസ് കസാനാക്കിസിന്റെ ഒരു കഥയിൽ മകൻ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ നമ്മുടെ മുന്തിരിവള്ളികളെല്ലാം പട്ടുപോയല്ലോ എന്ന്. അപ്പൊ ആ മകനോട് അച്ഛൻ തിരിച്ചു പറയുന്നുണ്ട്, മകനെ നാം വേരറ്റ് പോയില്ലല്ലോ എന്ന്. ഇവിടെ കവി, അത് അവന്റെ ജീവിതവും കൂടിയാണെന്ന് എനിക്കറിയാം. അവന്റെ പിതൃബിംബത്തെയും മാതൃബിംബവും എങ്ങനെയാണ് അവന്റെ ജീവിതത്തിൽ രസതന്ത്രമാകുന്നത് എന്ന് എനിക്കറിയാം. അവൻ പറയുന്നുണ്ട്, എന്റെ അച്ഛൻ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു, ഭയങ്കര പാഷനായി നമ്മൾ എത്ര ഇഷ്ടത്തോടെ എന്ത് ചെയ്താലും നമുക്ക് കിട്ടുന്നത് കഠിനമായ വേദനയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. പക്ഷേ വിജയങ്ങളിൽ അഭിരമിക്കാനല്ല, ജീവിതത്തോട് പൊരുതാനാണ് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അവൻ പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവന്റെ സെക്കൻഡത്ത്, രണ്ടാം മരണം എന്ന് പറഞ്ഞ കവിത എന്റെ വികലമായ മലയാള ഭാഷയിൽ ഞാൻ ഇങ്ങനെ പരാവർത്തനം ചെയ്യുന്നു. ഇപ്പോൾ വീണ്ടും എന്റെ ഇലകൾക്കിടയിലെ ശൂന്യതയിൽ അവിടെ ഓർമ്മകൾ പോലും നിഴലുകളായി മാറുന്നിടത്ത് നീ വീണ്ടും എന്നിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കവിതയോട് ഞാൻ കൂട്ടിച്ചേർത്ത് വായിക്കുന്നത് മലയാളത്തിലെ മറ്റൊരു കവിതയുടെ കവിതയാണ്. സോമൻ കടലൂരിന്റെ കവിത ഇങ്ങനെയാണ്, നീ മരിച്ചു എന്ന വിവരം ഒരുപക്ഷെ ഞാൻ അറിയണമെന്നില്ല, അറിഞ്ഞാൽ തന്നെ നിന്റെ അടുക്കൽ വന്ന് എത്താൻ പറ്റണമെന്നില്ല, അങ്ങനെ എത്തിയാൽ തന്നെ നിന്നെ ഒന്ന് തൊടാൻ പറ്റണമെന്നില്ല, ഒന്ന് തൊട്ടാൽ തന്നെ പൊട്ടിക്കരയാൻ പറ്റണമെന്നില്ല, അങ്ങനെ കരഞ്ഞാൽ തന്നെ അതാർക്കും മനസ്സിലാകണമെന്നില്ല. നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. ഇവിടെ കണ്ണൻ എഴുതിയ അവസാന വരി ഇങ്ങനെയാണ്, നീ വീണ്ടും എന്നിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ട് സ്ഥലകാലങ്ങളിൽ നിന്നുകൊണ്ട്, ഒരേ സർഗാത്മകത കൊണ്ട്, ഒരേ ആകാശത്തെ രണ്ട് കവികൾ തൊടുമ്പോൾ, പ്രിയപ്പെട്ട മോനെ, ആമുഖമായി പറഞ്ഞ വാക്കുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അന്ന് ഞാനൊരു 5-10 വർഷമാണ് ഈ വാക്കിന്റെ
വിവിധ ദേശീയതകളുടെ സംസ്കൃതികളുടെ പുഴകൾ ഒഴുകുന്ന ഈ വലിയ അക്ഷരക്കടലിന്റെ തുരത്തിൽ നിന്നുകൊണ്ട് 10 വർഷത്തെ ഇടവേളയാണ് ബാൽറൂമിലേക്ക് മോഹനേട്ടൻ നിന്നെ മുഖ്യാതിഥിയായി വിളിക്കുമെന്ന് പറഞ്ഞതെങ്കിൽ ആ വാക്ക് ജീവിതമാക്കിയ ഒരുവൻ എന്ന നിലയിൽ ആ വാക്കിന്റെ വിശുദ്ധമായ നിറവിനെ പ്രാണനിൽ കൊളുത്തിക്കൊണ്ട് പറയുന്നു, ഹ്രസ്വമായ സമയത്തിനുള്ളിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ഭാഷയിൽ ലോകം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായി വാക്കിന്റെ പൂമരം നട്ടുപിടിപ്പിച്ച് നീ നിന്റെ സർഗയാനം തുടരും. മകനെ, നിന്നെ ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഉമ്മ വയ്ക്കുന്നു. നന്ദി, നമസ്കാരം. പ്രകാശന ചടങ്ങാണ്. നമുക്കറിയാം, സമയത്തിന്റെ പരിമിതി, അടുത്ത വ്യക്തികൾ കാത്തിരിക്കുകയാണ് ഈ പുസ്തക പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി. അദ്ദേഹത്തിന്റെ കണ്ണന്റെ പ്രിൻസിപ്പൽ കൂടിയായ ശ്രീവത്സൻ സാറിനെ ക്ഷണിക്കുന്നു. ഇത് ഏറ്റുവാങ്ങുന്നത് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ട്രഷറർ, അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഹൃദയബന്ധു കൂടിയായ ഷാജി ജോൺ സാറാണ്. I know we are really rushed for time. Just a word. Sri Padmanabhan stands for everything that we visualize and epitomize as far as a student is concerned. Education beyond what we call as the core subjects. Education that embraces life in itself. We're delighted that he has brought out his second work, and we do hope that he will be a word like what Anil Kumar said. He'll be an invited guest here for the Sharjah International Book Fair. We're very proud of you, all of us here. Extremely proud of what you have done. God bless. Continue to write. I'll ask who's Elsa much later. Thank you. Due to time constraint, I'm not elaborating my speech. The only thing I want to say that, see, Padmanabhan, whenever your books publishing, you just remind that you have more public and social commitment and responsibility. Always keep in mind, go ahead, sky is your limit. Thank you, sir. Thank you very much. Shrita, as a poetry lover myself, I think this moment is full circle where I get to honor you and celebrate you as a poet. So I'm very proud and continue writing. The duality of your writing, the simplicity and then going beyond, continue that. Okay? Thank you. പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. സമയം തീരെയില്ല. എനിക്ക് നന്ദി പറയാനുള്ളത് ശ്രീ പത്മനാഭന്റെ അമ്മ ഷീന ടീച്ചറിനോടും അച്ഛൻ വിമൽ സാറിനോടും ആണ്. അവരാണ് ഈ മോനെ ഇത്തരത്തിൽ ഈ വേദിയിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചത്. അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ തരുന്നു. കൂടാതെ മലയാള മിഷന്റെ മിടുക്കനായ കുട്ടിയാണ്. എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, അടുത്ത വർഷം മലയാളത്തിൽ കൂടി ഒന്ന് ശ്രമിച്ചു നോക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട്. എല്ലാവിധ ആശംസകളും. എല്ലാ ആശംസകളും നേരുന്നു. എഴുത്തുകാരനെ കേൾക്കാൻ കൂടി ഇവിടെ ഒരു സമൂഹമുണ്ട്. മോന്റെ കാര്യങ്ങൾ പറയുന്നു. ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. എല്ലാം അല്ലെങ്കിൽ ചെയ്യുമെന്ന് എനിക്കറിയാവുന്നത് ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ടാവുന്നത്. ഐ തിങ്ക് രണ്ടിലും സമയം തീരാതെ. അപ്പൊ ഞാൻ എല്ലാവരെയും വന്നവരെല്ലാവരെയും താങ്ക് ചെയ്യുന്നതല്ലേ എൻ്റെ ഒരു ശരി. അപ്പം കവിത എഴുതാൻ എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആണ് ഇവിടെ നിൽക്കുന്ന ഈ രണ്ടുപേരും, അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന എൻ്റെ അനിയനുമാണ്. കാരണം ഐ തിങ്ക് ഫ്രോം ഞാൻ 8 വയസ്സുള്ളപ്പോൾ ഞാൻ ആദ്യമായിട്ട് എഴുതാൻ തുടങ്ങുമ്പോൾ മുതലേ എന്നെ എപ്പോഴും മുമ്പോട്ട് പുഷ് ചെയ്യുന്നത് ഈ 3 പേര് തന്നെയാണ്. ഞാൻ പറയാം, എൻ്റെ ലൈഫിലെ ഈ 3 റോക്സ് ഒരിക്കലും അനങ്ങില്ല. അവിടെ തന്നെ എൻ്റെ കൂടെ ഫുൾ കോൺസ്റ്റന്റ് ആയിട്ട് ഫുൾ സപ്പോർട്ടോടെ നിൽക്കുന്ന ഈ 3 പേര് തന്നെയാണ്. നീ ഇംഗ്ലീഷിലെ കണ്ടു, കുഴപ്പമില്ലല്ലോ. Thank you all for being here today. It truly means so much to me.
to stand before you and share this special moment. Writing this book has been a journey filled with excitement, learning, and a lot of growth. But more than anything, it's a reminder that no dream is too small when you have the right people supporting you. A huge thank you to my principal sir for being the greatest mentor and inspiration. Your guidance has certainly shaped my work, but also the way I see myself as a writer, and I'm truly grateful. To Shaji uncle for his constant support and encouragement. Your belief in me has always pushed me to keep going, even on the days I doubted myself. To Arun uncle for his kind words and for making my book sound so magical. Thank you. Your touch brought life and beauty to my words in ways that I could have never imagined. To Miss Antonia, my English teacher and my biggest supporter, thank you for being there every step of the way. You taught me to trust my voice and remind me that small poems matter no matter how small they are. To Arjun uncle, thank you for your constant support. Your presence and positivity have always given me strength. To Sri Kumari auntie, thank you for your guidance, your kindness and the warmth that you always give me. To Geeta auntie and Mohan uncle, thank you for everything that you have done. Your encouragement and blessings have played a huge part in this journey. To Shabir uncle, thank you so much for your support and help whenever I needed it. To my dearest parents and my younger brother, as I mentioned, the 3 rocks of support, you have always believed in me, sacrificed for me, and stood by me through every challenge and every dream. None of this would be possible without you. To Sangeeta auntie and Sai Gadam Books, thank you for graciously publishing both my books and giving my words a home. Your trust means the world to me. And finally, thank you to everyone who came here today to support me. Your presence makes this moment even more meaningful. And I'm truly blessed to share this special day with all of you. Thank you so much.